ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേ നാളായി വീഡിയോ എടുത്തിട്ട് കുറേ ദിവസം മുമ്പ് കുറേ വീഡിയോസൊക്കെ എടുത്ത് വെച്ചായിരുന്നു. ഒന്ന് എഡിറ്റ് ചെയ്യാനുള്ള സമയം ഒന്നും കിട്ടിയില്ല. ഇപ്പോൾ ഞാൻ കുറച്ച് ദിവസം ആനുവൽ ലീവാണ്. അപ്പോൾ കുറച്ച് ഇന്നൊരു വീഡിയോ എടുത്തേക്കാണ്. അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ ഒരു ജലദോഷവും പിടിച്ചു. ഇപ്പോൾ ഇവിടെ വിൻ്ററല്ലേ, ഇന്ന് ഭയങ്കര മൂടി കെട്ടിയ അവസ്ഥയാട്ടോ. പുറത്ത് നല്ല തണുപ്പുമാണ്. കൊച്ചുറങ്ങുവാണ്. ഏട്ടൻ ഡ്യൂട്ടിക്ക് പോയി. ഞാൻ കുറേ നേരം കൊച്ചിൻ്റെ കൂടെ കിടന്നു. ഇപ്പം 12 മണി ആവാറായി കേട്ടോ. അപ്പോഴത്തേക്ക് 1 മണിയാകുമ്പോഴത്തേനും എനിക്ക് വിശക്കാൻ തുടങ്ങും. അപ്പോൾ ഫുഡൊക്കെ ഉണ്ടാക്കാമെന്ന് ഓർത്തു. ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോ എടുക്കാമെന്ന് ഓർത്തു. ഇന്ന് എൻ്റെ സൗണ്ടൊന്നും ഇത്ര ക്ലിയർ അല്ല കേട്ടോ. തൊണ്ടവേന ഇതൊക്കെ ആയിരുന്നു, കുറവുണ്ട്. പിന്നെന്താണ്, നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് പോകാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതേ ചോറ് ഞാൻ അടുപ്പിലിട്ടു കേട്ടോ, കുക്കറിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്നാണെങ്കിൽ മഷ്റൂം ഇങ്ങനെ ചുമ്മാ കുരുമുളകൊക്കെ ഇട്ട് മെഴുക്കുവരട്ടി പോലെ വെക്കാൻ ഓർത്തു. പിന്നെ തീയൽ വെക്കാൻ ഓർത്തു, ഉള്ളിത്തീയൽ. ഇത് ഇവിടുത്തെ ഷാലറ്റ്സ് എന്നും പറഞ്ഞിട്ട് കിട്ടുന്നതാണ്. ചെറിയുള്ളി എന്നാണ് നമ്മുടെ നാട്ടിലെ ചെറിയുള്ളി അല്ല, ഇവിടുത്തെ ഷാലറ്റ്സ്. അപ്പോൾ ഇത് വെച്ചിട്ട് ഉള്ളിത്തീയൽ വെച്ച് നോക്കാം. എനിക്കിപ്പോൾ തീയലുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം അത് കൂട്ടാൻ തോന്നുന്നുണ്ട്, അതുണ്ടാക്കാൻ ഓർത്തു. അപ്പോൾ ഇതൊക്കെ ഒന്ന് റെഡിയാക്കി ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം മഷ്റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ ഓർത്തു. അപ്പോൾ ഇതിനകത്ത് മഞ്ഞളും ഉപ്പൊക്കെ ഇട്ട് വെള്ളമാണ് അതിനകത്ത് ഇച്ചിരി ഇട്ട് വെക്കാൻ ഓർത്തു. ഇവിടുത്തെ മഷ്റൂമിന് അങ്ങനെ ആവശ്യമൊന്നുമില്ല, പക്ഷേ നമ്മൾ നാട്ടിലങ്ങനെയല്ലേ കണ്ടുവരുന്നത്. നാട്ടിലങ്ങനെ ചെയ്യുന്ന കാരണം ഇവിടെ അങ്ങനെ ഒരു ശീലമായിപ്പോയി. ഇടയ്ക്കൊക്കെ ഞാനിങ്ങനെ ചെയ്യും. അപ്പം ഉച്ചണിക്കുന്നതിന് മുമ്പ് ഇതൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഭയങ്കര ഇരുട്ടാണ്, എനിക്കറിയില്ല എത്ര ക്ലിയറാണ് വീഡിയോ എന്ന്. 12 മണി ആയിട്ടേ ഉള്ളൂ, പക്ഷേ പുറത്തൊക്കെ ഒരുമാതിരി എന്താ പറയുക, നമ്മുടെ നാട്ടിൽ വൈകുന്നേരം ആയില്ലേ, 6 മണി 7 മണി അതേപോലെ നിൽക്കുക. ഒട്ടും വെയിലൊന്നും ഇല്ല കേട്ടോ. ഇന്ന് ഫെബ്രുവരി ആയി, ഇപ്പോഴും വിൻ്റർ തന്നെയാണ്. ഞാനിത് ആദ്യം മഷ്റൂം നമ്മൾ അരിഞ്ഞെടുക്കട്ടെ കേട്ടോ. എന്നിട്ട് ചെറിയുള്ളി അരിഞ്ഞെടുക്കാം. അപ്പോൾ എനിക്കിപ്പോൾ കുറച്ച് ദിവസമായിട്ട് നോൺ വെജ് മീനുണ്ടായിരുന്നു 2-3 ദിവസം. അപ്പോൾ ഇപ്പോൾ എനിക്ക് പച്ചക്കറി ഇത് കൂട്ടാനാണ് തോന്നുന്നത്. അപ്പോൾ ഇന്ന് ചേട്ടനാണെങ്കിൽ ഡ്യൂട്ടിയാണല്ലോ, വൈകുന്നേരം ഒരു നേരത്തുള്ളൂ. ചോറ് ഓൾറെഡി കൊണ്ടുപോയി. അപ്പം ഞാനോർത്തു പിന്നെ മഷ്റൂം ഇതും ഉള്ളിത്തീയലും ഉണ്ടാക്കാം. അപ്പോൾ ഇനി നമുക്കിതെല്ലാം നന്നാക്കിയിട്ട് കാണാം കേട്ടോ. ഇതേ മഷ്റൂമിന് വേണ്ട സവാളയും പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഈ കൊച്ചിനോട് കൊടുക്കേണ്ടതുകൊണ്ട് ഒരു പച്ചമുളക് ഇട്ടിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ മഷ്റൂം ഇവിടെ മഞ്ഞൾ വെള്ളത്തിലിട്ട് കഴിഞ്ഞിട്ട് ഒന്ന് പിഴിഞ്ഞെടുക്കണം. നല്ലോണം വെള്ളം പിഴിയണം. അതിനകത്ത് നിന്ന് നല്ല വെള്ളം ഇങ്ങനെ എന്താ പറയുക ഊറി വരുവേ നമ്മൾ അടുപ്പിൽ വെക്കുമ്പോഴത്തേക്കും. എന്നിട്ട് നന്നായിട്ട് വെള്ളം പിഴിഞ്ഞെടുക്കണം. മഷ്റൂം പെട്ടെന്നാവും കേട്ടോ. ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ടേ, എണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇതങ്ങ് അടുപ്പിൽ വെച്ചാൽ ആ സമയത്ത് നമുക്ക് ഉള്ളിത്തീയലിനുള്ള ഉള്ളിയൊക്കെ അരിഞ്ഞെടുക്കാം. ഇതിൽ നിന്ന് എണ്ണ ഭയങ്കര സ്ലോ ആയിട്ടോ വരുന്നത്. അപ്പം ഞാൻ ഉള്ളി ഇതും വാട്ടും കേട്ടോ. കുറച്ച് ജിഞ്ചർ ഗാർലിക് ഇട്ടേ. ഇതിനകത്ത് സത്യം പറഞ്ഞാൽ വെളുത്തുള്ളി കേട്ടോ വേണ്ടത്. വെളുത്തുള്ളി ഇല്ല, കാരണം ഞാൻ ജിഞ്ചർ ഗാർലിക് ഞാൻ തന്നെ അരച്ച് വെച്ചതാണ്. അപ്പോൾ അത് കുറച്ചിട്ടു. കുറച്ച് ഉപ്പിടാം. മഞ്ഞപ്പൊടി ഇട്ടു കേട്ടോ. ഞാൻ ഒരു കയ്യിൽ ഫോൺ പിടിച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്, അത് കാരണം എനിക്ക് ഇടുന്നൊന്നും കാണിക്കാൻ പറ്റില്ല. ഒരു സ്റ്റാൻഡൊക്കെ എടുത്ത് വെക്കുമ്പോഴത്തേനും കൊച്ച് എണീക്കും. മഷ്റൂം ഇടുക കേട്ടോ. ഈ അവസാനം നമുക്ക് ഇതിലൊന്നും ഇടണം. അവസാനം ഇത് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാം. ചോറൊക്കെ ഞാൻ ഓഫാക്കി വീട്ടിലൊക്കെ വന്നു. അപ്പോൾ ഇത് ഞാൻ ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയപ്പം ഈ ഉള്ളി നന്നാക്കി എടുത്തു കേട്ടോ. തീയിൽ വെക്കാനുള്ള ഒരെണ്ണം കൂടി ഉണ്ട്. ചിലപ്പോൾ ഒരു സവാളയും കൂടി ഇടും കേട്ടോ. ഇത് കുറച്ചേ ഉണ്ടാകത്തുള്ളൂ വഴട്ടിയൊക്കെ വരുമ്പോഴേ. അപ്പോൾ ഇതൊക്കെ ഒന്ന് പെട്ടെന്ന് അരിഞ്ഞെടുക്കട്ടെ കേട്ടോ. അപ്പോൾ മഷ്റൂം അടുപ്പയുണ്ട്. ചോറ് ഓഫാക്കി കൊച്ചെണീക്കുമ്പോഴത്തേനും ഇതും കൂടെ ചെയ്ത് വെക്കാം.
ഇതും കൊണ്ട് ഞാൻ ആദ്യമായിട്ട് കേട്ടോ തീയിൽ വെക്കണേ. എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു ഇതും കൊണ്ട് വെച്ചാൽ നല്ല കുഴപ്പമില്ല എടുക്കും. ഞാൻ കഴിഞ്ഞ ആഴ്ച വെച്ചത് മലയാളിക്കടയിൽ നിന്ന് വാങ്ങിച്ചത് കൊണ്ടാണ്. മലയാളിക്കടയിൽ നിന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന ചെറിയ ഉള്ളി കിട്ടും. ഈ വിലയാണ്. നമുക്ക് പൊടിയൊക്കെ തോന്നുമ്പോഴത്തേക്കും എന്നാ ചെയ്യും, ഞാൻ കൈ വെച്ച് തന്നെ കേട്ടോ അരിയുന്നത്. പെട്ടെന്ന് അരിഞ്ഞെടുക്കാൻ എനിക്കിതാണ് എളുപ്പം. ഇത് ഉള്ളിയൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. മഷ്റൂം ഇവിടെ റെഡിയായി. ഞാൻ കുരുമുളക് പൊടി ഇട്ടു, ഇത്രേ ഉള്ളൂ. നമുക്ക് ഇച്ചിരി തേങ്ങ വറുത്തെടുക്കണം, പിന്നെ തീയിൽ വെക്കണം. അത് പെട്ടെന്നാവും കേട്ടോ. തേങ്ങ വറുക്കുന്ന പണി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് ഞാനിവിടെ തേങ്ങ വറക്കുക. ഈ തേങ്ങ നമ്മുടെ മലയാളിക്കടയിൽ നിന്ന് മേടിച്ച തേങ്ങ പൊടിയാട്ടോ, നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്നതാണേ. അപ്പോൾ ഇതിൽ വേറെ കണ്ടൻറ്റുകളൊന്നും ചേർന്നിട്ടില്ല. നമ്മൾ ഇവിടുന്ന് മേടിക്കുന്ന ഡെസിക്കേറ്റഡിലൊക്കെ അവരെന്തൊക്കെയോ പ്രിസർവേറ്റീവ്സോ, പിന്നെ അവരധികവും സ്വീറ്റ്സ് ഒക്കെ ഉണ്ടാക്കാൻ, കേക്ക് അങ്ങനെയൊക്കെ ഉണ്ടാക്കാനല്ലേ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിലെന്തൊക്കെയോ മിൽക്ക് മെയ്ഡ് മധുരമൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന ഒറിജിനൽ തേങ്ങ ഉണക്കിയതാട്ടോ. മലയാളിക്കടയിൽ കിട്ടും, മലബാർ ചോയ്സിൻ്റെ ആണ്. അപ്പം ഈ തേങ്ങ ഒരു മിനിറ്റ് പോലും വേണ്ട വറന്ന് കിട്ടും, കാരണം ഇത് ഓൾറെഡി ഉണങ്ങിയിരിക്കുന്നില്ലേ. ഞാൻ തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ടാട്ടോ, കാരണം ഇത് ഭയങ്കരമായിട്ട് ഡ്രൈ ആയി പോവേ. കൊച്ച് സ്റ്റിൽ ഉറങ്ങുവാണ്. ഇതിപ്പോൾ ഒന്ന് വറന്ന് കിട്ടും. ഇതിലേക്ക് തന്നെ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഞാൻ ഇട്ട് കൊടുക്കും കേട്ടോ. 2-3 ചെറിയ ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പില ഇട്ട് കൊടുക്കണേ. എൻ്റെ അടുത്തിപ്പോൾ കറിവേപ്പില ഇല്ല. ഈ നാട്ടിൽ നിന്നൊരു തൈ കൊണ്ടുവരണം ഇപ്രാവശ്യം നാട്ടിൽ പോകുമ്പോൾ. പിടിക്കുമെന്നൊന്നും അറിയില്ല. മലയാളിക്കടയിൽ കിട്ടും. കുറേ ആയിപ്പോൾ വാങ്ങിച്ചിട്ട്. ഒരു തണ്ടിന് 1 പൗണ്ടൊക്കെയാണ് മുറിഞ്ഞ നാട്ടിലെ. 1 പൗണ്ടല്ല, 2 തോന്നുന്നേ. ഇത് നല്ലോണം മൂത്ത് വരുന്നുണ്ടോ. ഈ സമയത്ത് നമുക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. ഇതിനകത്തേക്ക് ഞാൻ 2 സ്പൂൺ മല്ലിപ്പൊടിയും 1 സ്പൂൺ മുളക് പൊടിയും ഇട്ടിട്ടുണ്ട്. വേറെ പൊടിയൊന്നും നമുക്ക് അങ്ങനെ അത്യാവശ്യം ഇതിനകത്തേക്ക് വേണ്ട കേട്ടോ. തീയലല്ലേ, വേറെ നമ്മൾ ഇട്ടാൽ അത് സാമ്പാറിൻ്റെ ടേസ്റ്റിലേക്ക് വരും. കായൊക്കെ ഇട്ടാൽ പുള്ളിത്തീയലിന് എപ്പോഴും ഒരു വേറിട്ട ടേസ്റ്റ് അല്ലേ. അപ്പം ഞാൻ തീ ഓഫാക്കി കൊടുക്കുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോയി തേങ്ങ, കാരണം തേങ്ങാപ്പൊടിയല്ലേ, ഉടങ്ങിയ തേങ്ങയല്ലേ. അപ്പോൾ ഇത് ഞാൻ തീ ഓഫ് ചെയ്തിട്ട് ഇളക്കി കൊടുക്കുകയാണേ. അപ്പം നമ്മൾ എണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു. ഇനി ഉള്ളി വഴട്ടണം. കുറച്ച് പുളി എടുത്തിട്ടുണ്ട്, അതിനകത്ത് വെള്ളം ഒഴിച്ച് വെക്കണം. തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് വെള്ളം കൂട്ടാണ്ട് അരച്ചെടുക്കണം കേട്ടോ. ഉള്ളി വഴട്ടാം. ഇത് നന്നായിട്ട് വഴട്ടിയെടുക്കണം. അത് കഴിഞ്ഞിട്ട് പുളി പിഴിഞ്ഞ് വെച്ചിട്ട് പിന്നെ നമുക്ക് അരക്കിടാം. ഇത് നന്നായിട്ട് വഴറ്റട്ടെ കേട്ടോ, സമയം എടുപ്പിച്ചിട്ട്. അപ്പോൾ ഇത് ഉള്ളി നന്നായിട്ട് വാടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് ഇങ്ങനെ തിന്ന് നോക്കിയപ്പോൾ നമ്മുടെ ഉള്ളിയുടെ ടേസ്റ്റൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇവിടുത്തെ ചെറിയുള്ളിയാണല്ലോ, ഷാലറ്റ്സ് ആണല്ലോ. അപ്പോൾ ഞാൻ പുളി ഒഴിച്ച് കൊടുക്കുവാണേ. ഇനി അരപ്പ് ഇട്ട് കൊടുക്കാം. അരച്ചിട്ടുണ്ട്, ഇടാൻ പറ്റുന്നില്ല. അരപ്പിട്ടു കേട്ടോ. ഇട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഒത്തിരി വെള്ളം വേണ്ട കേട്ടോ, തീയിലൊക്കെ ഇച്ചിരി കുറുകിയല്ലേ ഇരിക്കുന്നത്. അങ്ങനെ നമ്മുടെ തീയിൽ റെഡി ആയിട്ടോ. ഞാൻ തീ ഓഫ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. ഇനി ചോറും കൂടെ ഊറ്റണം. അപ്പോഴത്തേനും പണിയെല്ലാം കഴിഞ്ഞു. കൊച്ച് ഉറങ്ങുവാണ്. 1 മണിയാവാൻ 12:45. 3/4 മണിക്കൂർ കൊണ്ട് എല്ലാ പരിപാടിയും കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇത് 12:45. 3/4 മണിക്കൂർ കൊണ്ട് കൂണ് വെച്ചു, ഉള്ളിത്തീയിൽ വെച്ചു, ചോറ് വെച്ചു. ഇനി ചോറ് ഊറ്റണം. ഇനി എന്താ പണിയെന്ന് വെച്ചാൽ അവിടെ എല്ലാം നിരന്ന് കിടക്കുവാണ്. കൊച്ച് കളിപ്പാട്ടം എല്ലാം നിരന്ന്, അത് ഒതുക്കിയിട്ടും കാര്യമില്ല. നമ്മളിപ്പോൾ എണീറ്റ് വന്ന് കളിക്കുമല്ലോ, എന്നാലും ഒരു സമാധാനത്തിന് വേണ്ടി അതൊക്കെ ഒന്ന് ഒതുക്കി വെക്കണം. അത്തേനും ചോറ് ഊറ്റാനാകും. ഇത് കണ്ടോ, ഉള്ളിയെല്ലാം ഇങ്ങനെ ഇട്ടിട്ട് പോയി ഉറങ്ങിയേക്കുവാണ്. ഇതെല്ലാം അടുക്കി പെറുക്കണം എനിക്കിനി. അടുക്കി പെറുക്കണ്ട കേട്ടോ, പുള്ളി എണീറ്റിട്ടുണ്ട്. പോയി എടുത്തിട്ട് വരാം. ഇതാരാ ഇത്? ഇത് അവന് മുറ്റുമണിയാണോ പൊന്നുണ്ണിയാണോ? വേട പൊന്നുണ്ണിയാണോ? ഉറങ്ങി എണീറ്റോ? നല്ല കുട്ടനായിട്ട് അമ്മ ചോറും കറിയും എല്ലാം വെച്ചു കേട്ടോ. ഇനി അമ്മ ചോറ് വരോ കൂട്ടിട്ട്? മുട്ട വേണോ കൂട്ടിന്? ഞാൻ ചോറ് കഴിക്കാൻ പോവാ കേട്ടോ. കൊച്ചിന് ചോറ് കൊടുത്തു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇച്ചിരി കാന്താരി അച്ചാറും. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.